എന്താണ് ഒരു പുരുഷൻ്റെ സ്നേഹഭാഷ എന്ന് പറയാൻ നിങ്ങൾക്കറിയോ? പലപ്പോഴും നമ്മളൊക്കെ അതിനെ വാക്കുകളിലോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിലൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സത്യം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഒരു പുരുഷൻ സംസാരിക്കുന്നത് ഒരു സ്പർശനത്തിലൂടെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ടച്ചിങ്ങിലൂടെയൊക്കെ ആയിരിക്കും, അതിന് തോളിലൊന്ന് തട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കരുത്തോടെ കയ്യൊന്ന് അമർത്തി പിടിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ, ഒരു മൗനമായ ഒരു ആലിംഗനത്തിലൂടെ. ഇങ്ങനെയൊക്കെയല്ലേ അവൻ പറയുന്ന സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് അവൻ്റെ വാക്കുകൾ ചിലപ്പോഴൊക്കെ ഉണ്ടാവുക. അവൻ പറയുന്നുണ്ടാവില്ല, പക്ഷെ അവൻ്റെ സ്പർശനം കൊണ്ടൊക്കെ നമുക്കത് മനസ്സിലാക്കുന്നത്. പറയുന്നത് എന്താണെന്നറിയോ? നീ സുരക്ഷിതയാണ്, ഞാൻ ഇവിടെ നിനക്കായുണ്ട്, നീ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ്. പുരുഷൻ്റെ സ്നേഹം എപ്പോഴും ശബ്ദമുഖരിതമായ കൊള്ളണമെന്നല്ല, അതിന് വാക്കുകൾ ആവശ്യമില്ല എന്ന് പറയാം. കരുതലിൻ്റെ ചൂട്, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ്, അതുമല്ലെങ്കിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ അതാണ് എന്നാ പറയാം. അതുകൊണ്ട് അതിലൂടെ ലോകത്തോട് അവൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്നേഹം ഒരു വാക്കല്ല, ഒരു അനുഭവമാണ് എന്നുള്ളതാണ്. സഹോദരങ്ങൾ, നിങ്ങൾ പറയാനുള്ള എന്താ വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും, സ്പർശനം എന്നുള്ളത് വെറും ഒരു ശാരീരിക പ്രകടനം മാത്രമാണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അത് ആത്മബന്ധത്തിൻ്റെ പ്രതീകമാണ്. അതിൽ കരുതലുണ്ടാവും കേട്ടോ, ഉറപ്പുകളുണ്ടാവും, മനസ്സിലാക്കലുണ്ടാവും, പരസ്പരം ബലം പകരലും അതുപോലെ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടാകും അതിൽ. പുരുഷൻ തൻ്റെ സ്പർശനത്തോട് പറയുന്നത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഞാൻ നിന്നെ ബലപ്പെടുത്താൻ ഇവിടെ തന്നെയുണ്ട് എന്നുള്ളതാണ്. ഞാൻ നിനക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഹൃദയം നിന്നോട് പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പുരുഷൻ്റെ സ്പർശനത്തെ നിങ്ങൾ ആരും ചെറുതായി കാണാൻ നിൽക്കേണ്ട കേട്ടോ. അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഷയാണ്, അവൻ്റെ ഹൃദയത്തിൻ്റെ സംഗീതമാണ്, അവൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായിക്കൊണ്ട പ്രകടനമാണ്. സ്നേഹം പറയേണ്ടത് മാത്രമല്ല, അനുഭവിക്കേണ്ടത് കൂടിയാണെന്നാണ് പറയുക. പുരുഷൻ്റെ സ്പർശനം എന്ന് പറയുന്നത് അത് ജീവിച്ചിരിക്കുന്ന തെളിവാണ് എന്നുള്ളതാണ്. പുരുഷ സ്പർശനങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ഭാഷ ഇതുപോലെയൊക്കെയാണ്.